നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പാറശാലയിൽ കാമുകനെ വിഷം കൊടുത്തി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയെ പലരും മറന്നു കാണില്ല, അല്ലേ? പാറശാല സ്വദേശി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മയ്ക്ക് പിന്നീട് കോടതി തൂക്കുകയർ, അതായത് വധശിക്ഷ വിധിച്ചതാണ്. സമാനമായൊരു കൊലപാതകം എറണാകുളം കോതമംഗലത്തുണ്ടായിരിക്കുന്നു. കോതമംഗലത്ത് യുവാവിനെ വിഷം നൽകി കൊലപ്പെടുത്തിയത് പെൺസുഹൃത്താണ്. മാതിരപ്പള്ളി സ്വദേശി അൻസിലാണ് കൊല്ലപ്പെട്ടത്. അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം നൽകുകയായിരുന്നുവെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി 8:30 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അൻസിലിന്റെ ബന്ധുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ യുവതിയെ 30-കാരിയായ പെൺസുഹൃത്തിനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവതി കുറ്റം സമ്മതിച്ചുവെന്നാണ് വിവരം. നവമി ദിനേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നവമി, നമ്മൾ കേരളത്തെ തന്നെ ഏറെ ഞെട്ടിച്ചൊരു കേസായിരുന്നു പാറശാല ഷാരോൺ രാജ് വധക്കേസ്. അന്ന് കേട്ടുകേൾവിയില്ലാത്ത ഒരു പെൺകുട്ടി സ്വന്തം കാമുകനെ ഒഴിവാക്കാൻ വേണ്ടി കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസ്. അന്ന് നമ്മളേറെ ചർച്ച ചെയ്തു. ഒരു യുവതിക്ക്, ഒരു പെൺകുട്ടിക്ക് ഈ രീതിയിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യാൻ കഴിയുമോ എന്ന്. പക്ഷെ സമാനമായ ഒരു കേസ് തന്നെ കോതമംഗലത്ത് നിന്ന് വരുന്നു. പെൺസുഹൃത്ത് യുവാവിനെ കൊലപ്പെടുത്തുന്നു. എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് യുവാവിനെ മരിക്കുന്നത്. ആലുവയിലെ രാജഗിരി ആശുപത്രിയിൽ വെച്ചാണ് യുവാവ് മരിക്കുന്നത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: വ്യാഴാഴ്ച വൈകുന്നേരം രാത്രിയോടുകൂടി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഈ യുവാവ് എത്തുന്നു. ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. യുവതിക്ക് ഒരുപാട് ആൺസുഹൃത്തുക്കളുണ്ട്. അത് ഈ യുവാവിന് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നില്ല. ഇതിന്റെ പേരിൽ ഇവർ തമ്മിൽ കുറച്ചു നാളുകളായി തർക്കം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ബുധനാഴ്ച രാത്രിയോടുകൂടി ഈ യുവാവ് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വരുന്നു. ഇവർ തമ്മിൽ വാക്കുതർക്കമാകുന്നു. അതിനുശേഷം യുവാവ് തന്നെയാണ് പിറ്റേ ദിവസം രാവിലെ വ്യാഴാഴ്ച പുലർച്ചെ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നു. തനിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നുണ്ട്, തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കണമെന്ന് പോലീസിനെ അറിയിക്കുന്നുണ്ട്. പോലീസ് വന്ന് യുവാവിനെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ ഈ യുവാവിന്റെ ഒരു സഹോദരനും ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. അവിടെ വെച്ചാണ് യുവാവ് ഈ സഹോദരനോട് പറയുന്നത്, അവൾ എന്നെ ചതിച്ചു, അവൾ എനിക്ക് വിഷം നൽകിയെന്നത്. പിന്നീടാണ് ഈ കുടുംബം ഈ വിഷം പെൺകുട്ടി തന്നെയാണ്, യുവതി തന്നെയാണ് വിഷം നൽകിയതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഉടനെ തന്നെ കോതമംഗലം പോലീസിന് പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു യുവാവ്. അതിനിടയിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ശരീരത്തിനുള്ളിൽ 300 മില്ലി അധികം ഈ വിഷം ചെന്നു, കീടനാശിനി എന്നാണ് പറയുന്നത്. അതാണ് ഉള്ളിൽ ചെന്നാണ് യുവാവിന്റെ മരണത്തിന് കാരണമെന്നാണ് ഡോക്ടർമാരും വ്യക്തമാക്കുന്നത്. ഇതിന് വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിക്കേണ്ടതുണ്ട്. എന്നാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാന ഘട്ടത്തിലാണ്. രാവിലെ തുടങ്ങിയ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷം കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ യുവതിക്കെതിരെ ചുമത്തുവാനാണ് കോതമംഗലം പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംഭവം നടന്ന ശേഷം, അതായത് ഇങ്ങനെ യുവതി തന്നെ ഈ യുവാവിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ യുവാവിന്റെ മാതാവിനെയാണ് വിവരം അറിയിക്കുന്നത്. നിങ്ങളുടെ മകൻ വീട്ടിൽ വിഷം കഴിച്ചത് ഇവിടെ ഉണ്ട്, വന്നാൽ കൊണ്ടുപോകാം എന്നൊരു സന്ദേശം പെൺകുട്ടി തന്നെ യുവാവിന്റെ അമ്മയെയും വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെയാണ് കുടുംബക്കാരും ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. പോലീസ് പിന്നീട് ഈ യുവതിയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി. ചോദ്യം ചെയ്യലിലും തന്നെ യുവതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്ന് പെൺകുട്ടി സമ്മതിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഈ കീടനാശിനിയുടെ കുപ്പിയും തീർച്ചയായും നവമി, അത്തരം ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ഈ കോതമംഗലം സ്വദേശി അൻസിലിന്റെ കൊലപാതകത്തിന് പിന്നാലെ വീണ്ടും ഗ്രീഷ്മ കേസ് വീണ്ടും ചർച്ചയാവുന്നുണ്ട്. നമുക്കറിയാം 2022 ഒക്ടോബറിൽ കാമുകനെ വിഷം കൊടുത്തി കൊലപ്പെടുത്തിയ പെൺകുട്ടി, അന്ന് ആ യുവാവിനെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു, ആ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഗ്രീഷ്മ അത് ചെയ്തതെങ്കിൽ ഈ അൻസിലിനെ ഈ കാമുകി എന്തിനാണ് കൊലപ്പെടുത്തുന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇരുവരും തമ്മിലുള്ള എന്തെങ്കിലും തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ഇയാൾ ഒഴിവാക്കുക, എന്തായിരുന്നു ഉദ്ദേശം?
ഗ്രീഷ്മ എന്തിനാണോ ഷാരോണിനെ ഒഴിവാക്കിയത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഈ യുവതി ഈ യുവാവിനോട് കാണിച്ചത്, അൻസിലിനോട് കാണിച്ചത്. ഈ ബന്ധത്തിൽ നിന്നും അൻസിൽ ഒഴിഞ്ഞു പോകണമെന്ന് പലപ്പോഴായി യുവതി ആവശ്യപ്പെട്ടു. പക്ഷെ അൻസിൽ ഒഴിഞ്ഞു പോകില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഈ യുവതിയുടെ പല സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ സൗഹൃദമൊക്കെ യുവാവ് ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ യുവാവിനെതിരെ തന്നെ നേരത്തെ യുവതി പോലീസിന് പരാതി നൽകുകയും പിന്നീട് അത് ഒത്തുതീർപ്പിലേക്കൊക്കെ എത്തുന്ന സാഹചര്യമുണ്ടായി. ഈ അൻസിലിന്റെ മാതാവിനെയും അൻസിൽ വിവാഹം കഴിച്ചു 2 കുട്ടികളുമുണ്ട്. അൻസിലിന്റെ ഭാര്യയെയും ഈ യുവതി വിളിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട്, അൻസിലിനോട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടണം, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ പറഞ്ഞു വിലക്കണമെന്നൊക്കെ പലതവണ യുവതി ഈ അൻസിലിന്റെ ഭാര്യയോടും മാതാവിനോടും ആവശ്യപ്പെട്ടതായും ബന്ധുക്കൾ പറയുന്ന സാഹചര്യമുണ്ടായി. പോലീസ് അങ്ങനെയാണ് മൊഴി നൽകുന്നത്, പെൺകുട്ടി അങ്ങനെയാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ആ ബന്ധത്തിൽ നിന്നൊന്നും പിന്മാറുന്നില്ല. ഒപ്പം ഇവർക്കിടയിൽ ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ ചില സൗഹൃദം അതാണ് അൻസിലിന് ഇഷ്ടപ്പെടാതിരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തന്നെയാണ് ഇങ്ങനെ കൊലപാതകത്തിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് യുവതി എത്തിയതും. അങ്ങനെ തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ ഇരുവരും തമ്മിലുള്ള ബന്ധം, അവരുടെ പശ്ചാത്തലം ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ആ യുവതി, ഈ കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള യുവതി ഒരു പീഡന കേസിലെ ഇര കൂടിയാണ് എന്ന രീതിയിലുള്ള സൂചനകൾ, വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചത്, പിന്നീട് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ്, ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് അതിലേക്ക്? സഹോദരൻ വിളിച്ച് പറയുക ചെയ്ത് പിന്നെ അങ്ങനെ വിഷകത്ത് നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ ഉള്ളിൽ വിഷകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആംബുലൻസിൽ വെച്ച് പുള്ളി പറഞ്ഞു, പുള്ളിയുടെ കൊണ്ടുപോയത് പുള്ളിയുടെ സഹോദരൻ തന്നെയാണ്. ആംബുലൻസിൽ വെച്ച് പറഞ്ഞ് ബ്ലഡ് ഈ വിഷം അവർക്ക് എല്ലാവരും കൂടി ഒഴിച്ചു കൊടുക്കുകയോ ചെയ്തതെന്നാണ് പറഞ്ഞത്. വയറിനകത്ത് പോയിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് 500 ml അകത്ത് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ 300 ml അകത്തുണ്ട്. ഇത് ഒരുപാട് ഇത് അളവ് കൂടുതൽ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പെണ്ണ് പുറത്തുനിന്ന് തന്നെയാണ് പറഞ്ഞേക്കണം. പെൺകുട്ടിയായിട്ട് ഇവർക്ക് അത് സൗഹൃദം, ഇത് സാമ്പത്തികമായിട്ട് ചെറിയ ഇടപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനു മുമ്പ് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടീന് ഇതിനു മുമ്പായിട്ട് ആ വീട്ടിൽ പോയിട്ട് ചെറിയ മർദ്ദനമൊക്കെ ആ പെണ്ണായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ചെറിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് തീർത്തതൊക്കെയായിരുന്നു അത്. അപ്പോൾ ഈ ഉമ്മാനെ വിളിച്ചിട്ട് ഈ പെങ്കൊച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ നിന്നെ മോനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നാണോ പറഞ്ഞാലേ? അതറിയില്ല, എന്തിനാന്നറിയില്ല. വീട്ടിൽ പോയ സമയത്താണോ? ഇല്ല, അവക്കടെ വീട്ടിൽ ചെന്ന് എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയില്ലത്. സാർമാരെ ഇവൻ വിളിച്ചാണ് പോലീസുകാരെ അറിയണത്. ഇവള് ഞങ്ങളുടെ വീട്ടിലേക്ക്, അവർക്കടെ വീട്ടിലേക്ക് മോനെയും ഉമ്മാനെയും വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെ വിഷം കടത്തി ഇവിടെ കിടപ്പുണ്ട്, എടുത്തോണ്ട് പൊക്കോട്ടോ എന്ന് പറഞ്ഞു. ചില ബന്ധുക്കളുടെ, ഈ കൊല്ലപ്പെട്ട അൻസിലിന്റെ ബന്ധുക്കളുടെ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണമാണ് പുറത്തു വന്നത്. ഇരുവരും തമ്മിലുള്ള സൗഹൃദമുണ്ടായിരുന്നു, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്താണ് കൊലപ്പെടുത്തുന്നത്? നവമി ദിനേശ്, നവമി എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന് ഈ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ഈ അൻസിലിന്റെ സുഹൃത്തുക്കൾക്കൊക്കെ വ്യക്തമായിട്ടുണ്ടോ, വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടോ? മാത്രമല്ല ഇവരുടെ ഒരു പശ്ചാത്തലം, ഈ അൻസിൽ ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ, എന്താണ് വിവരങ്ങൾ? ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതിനു മുൻപ് തന്നെ ഈ പെൺകുട്ടിയെ വീട്ടിൽ കയറി മർദ്ദിച്ചു, ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി, ആൺസുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം അത് വിലക്കി, അങ്ങനെ പല കാര്യങ്ങളും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അത് പോലീസ് സ്റ്റേഷനിൽ വരെ എത്തുകയും പിന്നീട് അത് ഒത്തുതീർപ്പാകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇവരുടെ ബന്ധങ്ങളിൽ എപ്പോഴും ഇങ്ങനെ ഇണക്കവും പിണക്കവുമായിട്ടാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നതെന്നുകൂടി കുടുംബം സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം, അത് അൻസിലിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ, അതായത് ഈ അൻസിലിന്റെ യുവതിയുടെ സൗഹൃദങ്ങൾ അതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് അൻസിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്നാണ് കൊലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോട് കൂടി തന്നെ അൻസിലിനെ അന്നത്തെ ദിവസം രാത്രി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അപ്പോഴും അവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിനൊടുവിലാണ് വിഷം നൽകി അൻസിലിനെ കൊലപ്പെടുത്തിയത്. ഇനി എങ്ങനെയാണ് ഈ വിഷം നൽകിയതെന്നാണ് അറിയേണ്ടത്. അത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒപ്പം യുവതിയുടെ മൊഴിയിലും ഒക്കെ മാത്രമേ അതിലൊരു വിശദമായിട്ടുള്ള വിവരം ലഭ്യമാകുകയുള്ളൂ. മദ്യത്തിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജ്യൂസിലാണോ ഈ കീടനാശിനി കലക്കി അൻസിലിന് കൊടുത്തത് എന്നതിലും കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടേണ്ടതുണ്ട്. അത് യുവതി തന്നെ പോലീസിന് വരും മണിക്കൂറിലുള്ള ചോദ്യം ചെയ്യലിലൊക്കെ മൊഴി നൽകുമെന്നാണ് വിശ്വസിക്കുകയും ചെയ്യുന്നത്. അൻസിലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം
കൂടുതൽ വകുപ്പുകൾ, ഈ കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തുവാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അൻസിന്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ നിരവധി കേസുകളിലെ പ്രതിയാണ്. അടിപിടി കേസുകളിലുണ്ട്, ചില കൊട്ടേഷൻ കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അൻസിൽ. നിരവധി ക്രിമിനൽ പശ്ചാത്തലവും ക്രിമിനൽ കേസുകളും ഉള്ള ഒരാളാണ് അൻസിൽ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പെൺകുട്ടി മുൻപും ഈ പെൺകുട്ടിയെ ഒരാൾ ബലാത്സംഗം ചെയ്തു എന്ന പരാതി നൽകുകയും ആ കേസുമായി ബന്ധപ്പെട്ട പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് ജയിലിൽ നിന്ന് മോചിതനാകുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് പെൺകുട്ടിയുടെ പേര് പറയാൻ കഴിയാത്തത്. ഇങ്ങനെ ഒരു ബലാത്സംഗ കേസിന്റെ അതിജീവിതയായതിനാൽ നമുക്ക് ആ പെൺകുട്ടിയുടെ പേര് വിവരങ്ങളും വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല. അങ്ങനെ മറ്റൊരു കേസുള്ള അല്ലെങ്കിൽ ഒരു പീഡനത്തിന് ഇരയായ ഒരു പെൺകുട്ടി കൂടിയാണ് ഈ യുവതി. പിന്നീട് ഇവർ തമ്മിൽ അൻസിലുമായിട്ടുള്ള ബന്ധം തുടരുകയും ആ ബന്ധത്തിലെ ചില പ്രശ്നങ്ങളുമാണ് ഇങ്ങനെ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാലും പോലീസ് കുറെ കൂടി വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ബന്ധുക്കളുടെ മൊഴി എടുത്തു കഴിഞ്ഞു. അൻസിലിന്റെ മരണമൊഴി എന്ന രീതിയിൽ തന്നെ അവൾ ചതിച്ചു, അവൾ എനിക്ക് വിഷം തന്നു എന്ന് സഹോദരനോട് അൻസിൽ പറയുന്ന മരണമൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും യുവതി പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തുവാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഷാരോൺ രാജ് ആ മരണക്കിടക്കയിൽ നിന്ന് മൊഴി നൽകിയതുപോലെ ഇവിടെയും അൻസിലിൻ്റെ മൊഴിയാണ് ഈ കേസിൽ ഏറെ നിർണായകമായത്. ഈ ബന്ധു കൂടിയായിട്ടുള്ള പെൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേസിലെ മുഖ്യപ്രതി സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണോ? ഐഷ തിരോധാന കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ടോ? നിർണായകമായൊരു വെളിപ്പെടുത്തലാണ് ഇന്ന് പുറത്തു വന്നത്. ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നതായി സെബാസ്റ്റ്യൻ നൽകിയ പണം വാങ്ങാൻ പോയ ദിവസമാണ് ഐഷയെ കാണാതായതെന്നും സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്ത് റോസമ്മ ന്യൂസ് 18 പറഞ്ഞു. ഈ വിവരം ചേർത്തല പോലീസിനെ അറിയിച്ചെങ്കിലും അന്വേഷണം ഉണ്ടായില്ലെന്നും റോസമ്മ വ്യക്തമാക്കുന്നു. സെബാസ്റ്റ്യൻ ഇവിടെ സ്ഥലം നോക്കാൻ വന്നു, റിയൽ എസ്റ്റേറ്റായിട്ട് സ്ഥലം നോക്കാൻ വന്നു. അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി ആൾക്കാരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറമ്പത് വെച്ചു. പക്ഷെ ആരും വന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് കല്യാണാലോചനയും കൊണ്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് കല്യാണം ആലോചിച്ച പയ്യയുടെ പറച്ചിൽ നിന്നൊക്കെ പരസ്പര വിരുദ്ധം കണ്ടു. അതുകൊണ്ട് ഞാൻ സൂക്ഷ്മത പറയാൻ തിരുനെല്ലപ്പള്ളിയിലെ അച്ഛനെ പോയി കണ്ടു. അച്ഛനിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി കല്യാണാലോചനയും കൊണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലറിയിക്കാം, എനിക്ക് 7 ആങ്ങളമാരുണ്ട്, ഞാൻ അവരെ വരുത്താം, വന്നിട്ട് അവരാലോചിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കാരണം പിന്നെ പുള്ളി പോയിട്ട് പിന്നെ വഴിക്ക് വന്നിട്ടില്ല. ഈ ഐഷയും സെബാസ്റ്റ്യനും ഒരുമിച്ചല്ലേ ആ സ്ഥലം വൃത്തിയാക്കാനൊക്കെ നിന്നിരുന്നത്? അതെ, അത് ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോഴാണ്. എന്തായിരുന്നു അന്നുണ്ടായത്? അല്ല, ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോൾ അവർ JCB വിളിച്ച് സ്ഥലം തെളിപ്പിച്ചു. മാവേന്ന് മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോയി. ഐഷയും സെബാസ്റ്റ്യനും ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നേ ഉള്ളൂ. ഐഷയോട് ചോദിച്ചിട്ടുണ്ടല്ലോ മാങ്ങ പറിച്ച കാര്യമൊക്കെ? ഐഷ ഉണ്ടായിരുന്നു പറഞ്ഞില്ലോ? പറഞ്ഞു. സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ സൗഹൃദമുണ്ട്. ഉള്ളതുകൊണ്ടല്ലേ തൻ്റെ അടുത്തല്ലേ ചെയ്തേ. അവർ തങ്ങളിലുള്ള ലോകത്തിന്റെ കൂട്ടത്തിൽ അവർ വന്നു കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട്. ഈ പണമിടപാടും ഐഷ കാണാതാകുന്നത് ഞായറാഴ്ചയാണ് അല്ലേ? അപ്പോൾ ആ ദിവസം വിളിച്ചിട്ടുള്ള ഒരാള് റോസമ്മ ചേച്ചിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. കോള് വന്നതേ ഉള്ളൂ, ഞങ്ങൾ മിണ്ടിയില്ലല്ലോ. എന്തുകൊണ്ടാണ് കോൾ എടുക്കാൻ പറ്റാതിരുന്നത്? ഐഷ എല്ലാവർക്കും വേറെ ആരെങ്കിലും ആയിരിക്കും വിളിച്ചത്. ഐഷയുടെ ഫോണിൽ നിന്ന് വേറെ ആരെങ്കിലും ആയിരിക്കും വിളിച്ചത്. ഐഷ ആയിരുന്നെ പറഞ്ഞെന്നെ മരുന്നു, അല്ലെങ്കിൽ ഐഷയ്ക്ക് എന്നേലും പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ വിളിച്ചത്. എത്ര മിസ് കോൾ ഉണ്ടായിരുന്നു അന്ന് ഞാൻ വരുമ്പോൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ 3 കോളുണ്ട്. തിരിച്ചു വിളിച്ചു ഐഷനെ? ഞാൻ തിരിച്ചു വിളിച്ചു. അന്നേരം തൊട്ടേ വേറെ പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല. പിറ്റേ ദിവസവും വിളിച്ചു, അതിൻ്റെ പിറ്റേ ദിവസവും വിളിച്ചു. അങ്ങോട്ട് കോള് പോകുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ലായിരുന്നു. അതിനുശേഷം പിന്നീട് ഐഷയുടെ ഫോണിൽ നിന്ന് ഈ ഐഷയുടെ മിസ്സിംഗ് ആണെന്നുള്ള കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷവും ഐഷയുടെ ഫോണിൽ നിന്ന് കോള് വന്നിരുന്നുണ്ടല്ലേ? വല്ലപ്പോഴൊക്കെ വരുമായിരുന്നു. അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഐഷ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുത്തിക്കാൻ വേണ്ടിയാണോ വിളിച്ചതെന്ന് സംശയിക്കുന്നുണ്ട്? അതെ അതെ, അവർ കൊണ്ടുപോയി ഐഷ എവിടെയാണോ അവരുടെ കസ്റ്റഡി ഫോണുണ്ട്, അവരുണ്ടെന്ന് അറിയിക്കാൻ എനിക്ക് കോള് വന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് വിളിച്ചാലും എടുക്കത്തില്ല. സെബാസ്റ്റ്യനോട് വിവാഹാലോചന നടത്തി റോസ്മി ചേച്ചി കബളിപ്പിക്കാൻ ശ്രമിക്കുവാണെന്ന് റോസ്മി ചേച്ചിക്ക് മനസ്സിലായിരുന്നു അല്ലേ? മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാനത് അറിയിക്കാതെ വിവരം അറിയാൻ അച്ഛൻ്റെ അടുത്ത് പോയത്. ഇവിടെ പള്ളിയിലെ അച്ഛനോട് എന്ന് ചോദിച്ചാൽ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് എന്ത് മറുപടിയാണ്? അതാ അച്ഛൻ അന്നേരം ഇത് കേട്ടപ്പോഴേ തലയ്ക്ക് കൈ വെച്ചു. എൻ്റെ പിതാവേ എന്ന് പറഞ്ഞ് 2 കൈയും തലയ്ക്ക് കൊടുത്തോണ്ട് കുനിഞ്ഞിരിക്കുക. ഈ ലോകത്തിലുള്ള ഏറ്റവും ഫ്രോഡ് മനുഷ്യൻ ഇതിലും മെച്ചമായിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. എത്ര നാളുണ്ടായിരുന്നു ഈ സൗഹൃദം? അതൊരു 3 മാസമെങ്കിലും കാണും.
ഐഷയെ കാണാത്തതിന് ശേഷം പിന്നെ ഇവിടെ വന്നിട്ടില്ല. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഏറ്റുമാനൂരിലെ ജെയിനമ്മയുടെയും ചേർത്തലയിലെ ബിന്ദുവിൻ്റെയും തിരോധാന കേസുകൾക്ക് പിന്നാലെയാണ് ഐഷ കേസും ഉയർന്നു വന്നത്. ഇപ്പോൾ നിർണായകമായിട്ടുള്ളൊരു വെളിപ്പെടുത്തൽ സെബാസ്റ്റ്യൻ്റെ മുൻ കാമുകി കൂടിയായിട്ടുള്ള റോസമ്മ ന്യൂസ് 18നോട് പറഞ്ഞതിൽ ഏറെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായി സൗഹൃദമുണ്ടായിരുന്നു. ഇയാളെ ഒരുപക്ഷെ ഐഷയെ കൊലപ്പെടുത്തിയതാകാം എന്നാണ് റോസമ്മ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കേസിലെ അങ്ങനെയെങ്കിൽ ഈ കേസിലൊരു പ്രധാനപ്പെട്ട സാക്ഷി കൂടിയാണ് റോസമ്മ. ഈ റോസമ്മയുടെ വെളിപ്പെടുത്തൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇയാളൊരു സീരിയൽ കില്ലറാണോ? ടോമെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസിലെ, അതായത് എനിക്ക് തോന്നുന്നു ഏറ്റുമാനൂർ കേസിലെയും ഒപ്പം തന്നെ ബിന്ദു പത്മനാഭൻ കേസിലെയും ഐഷ തിരോധാന കേസിലും ഏറ്റവും അധികമായി പോലീസിനെ സഹായിക്കാൻ കഴിയുന്ന ഒരാളാണ്. കാരണം എന്താണ് സെബാസ്റ്റ്യൻ എന്നുള്ള ഒരു വ്യക്തമായ ചിത്രം നമുക്ക് സെബാസ്റ്റ്യന്റെ മുൻ പെൺ സുഹൃത്ത് കൂടിയായിരുന്ന ഈ റോസമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എന്നുള്ളതാണ്. അവര് ഒരു ഘട്ടത്തിൽ വിവാഹം കഴിക്കാനും ഒക്കെ തീരുമാനിച്ച് ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളാണ്. നമ്മൾ ഈ റോസമ്മ കാണുന്നത്, അതായത് ഐഷയുടെ ഈ 2012 ചേർത്തല വാർനാട് നിന്ന് കാണാതായ ഐഷ എന്ന സ്ത്രീ, അവരും ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അവരെ കാണാതായ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് നമുക്ക് റോസമ്മയെ കണ്ടെത്താനായത്. ഈ റോസമ്മയും ആ പരിസരവാസികളുമായി സംസാരിച്ചതിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു റോസമ്മയുടെ വീട്ടിൽ നിരന്തരം വന്നുകൊണ്ടിരുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളത്. പിന്നീട് ആണ് നമ്മൾ റോസമ്മയെ, ഈ പരിസരവാസികൾ സംസാരിച്ച ശേഷമാണ് റോസമ്മയുമായി സംസാരിക്കുന്നത്. അപ്പോൾ പരിസരവാസികൾ പറയുന്ന ഈ റോസമ്മയുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് സെബാസ്റ്റ്യൻ തെളിയിക്കുന്ന അതേ വരികൾ തന്നെയാണ് അവരിൽ നിന്ന് നമുക്ക് റോസമ്മയിൽ നിന്നും പിന്നീട് നമുക്ക് ലഭ്യമായിട്ടുള്ളതെന്നാണ്. നമ്മൾ കാണുന്ന ഘട്ടത്തിൽ റോസമ്മ നമ്മളോട് പങ്കുവച്ച വിവരങ്ങൾ വളരെ നിർണായകമാണ്. അതായത് റോസമ്മയും സെബാസ്റ്റ്യനും ഒപ്പം തന്നെ കാണാതായ ഐഷയും, ഇവർ 3 പേരും കോമൺ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിൽ തന്നെ ഈ സെബാസ്റ്റ്യനും റോസമ്മയും ഒരു ഘട്ടത്തിൽ വിവാഹത്തിലേക്ക് പോകാമെന്നുവരെ ആലോചനയിലേക്ക് പോയ ആളുകളാണ് എന്നുള്ളതാണ്. റോസമ്മ പറയുന്നത് ഈ ഐഷയെ കാണാതാകുന്ന ദിവസം, അതായത് തിങ്കളാഴ്ച രജിസ്ട്രേഷൻ നടത്താനായി ഐഷ വാങ്ങിയ 4 സെന്റ് ഭൂമിയുടെ രജിസ്ട്രേഷൻ, സ്വന്തം പേരിലേക്ക് ആ ഭൂമി എഴുതുന്നതിനുള്ള രജിസ്ട്രേഷന് വേണ്ടിയുള്ള നടപടികൾക്കായി പണം ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു ഐഷ. അങ്ങനെ റോസമ്മയും കുറച്ച് കാര്യങ്ങൾ ചിട്ടിയും കുടുംബശ്രീ വഴിയും ഒക്കെ കുറച്ച് പണം ഐഷയ്ക്കായി അറേഞ്ച് ചെയ്ത് കൊടുത്തു. അതുകൂടാണ്ട് തന്നെ ഐഷ റിട്ടയർമെന്റിന് ശേഷം ഉണ്ടായിരുന്ന പണം ഉൾപ്പെടെയുള്ള ഈ പണം, ഭൂമി വാങ്ങുന്നതിനുള്ള പണം ഐഷ കൈവശം സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ആ പണം ഒരു ഘട്ടത്തിൽ സെബാസ്റ്റ്യന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള നിർണായക വെളിപ്പെടുത്തൽ ഇവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഈ പണം, അതായത് രജിസ്ട്രേഷന്റെ തലേ ദിവസം ഈ പണം വാങ്ങുന്നതിനായി രാവിലെ വീട്ടിൽ ഭക്ഷണം ഉൾപ്പെടെ വെച്ചിട്ട് പോയ ഐഷയാണ് പിന്നെ എന്നേക്കുമായി ആരും കാണാത്തൊരവസ്ഥയിലേക്ക് പോയത് എന്നുള്ളതാണ്. ഈ കേസിനകത്ത് നിർണായകമായ വിവരങ്ങൾ റോസമ്മ ചേർത്തല പോലീസിനോട് ഈ ഐഷ തിരോധാന സമയത്ത് ചേർത്തല പോലീസ് എടുത്ത കേസിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊന്നും കാര്യക്ഷമമായ ഒരു അന്വേഷണവും നടന്നില്ല എന്ന് മാത്രമല്ല, ഈ സെബാസ്റ്റ്യൻ എന്നുള്ള ഒരാൾ ഈ 2025 വരെ 24 വരെ ഒരു ക്രൈമിലേക്ക് വരുന്നത് വരെ ആ കേസുകൾ ഇങ്ങനെ നീണ്ടുപോയി എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. അതിൽ വളരെ പ്രധാനപ്പെട്ടതായി പറയുന്നത് ഐഷയും ഒപ്പം തന്നെ സെബാസ്റ്റ്യനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് റോസമ്മ വ്യക്തമാക്കുന്നത്. ഐഷയുടെ വീട്ടിൽ സെബാസ്റ്റ്യൻ ചെല്ലാറുണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാക്കുന്നു. ഇതിൽ തന്നെ ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിന് ശേഷമാണ് ഈ റോസമ്മയുമായി ഇയാൾ അടുപ്പത്തിലാകുന്നത് എന്നുള്ളതാണ്. ആ റോസമ്മ പറയുന്ന ചില നിർണായക വിവരങ്ങളുണ്ട്. അതായത് താൻ ഇല്ലാതിരുന്ന ഒരു ദിവസം തന്റെ പുതുതായി വാങ്ങിയ 40 സെന്റ് ഭൂമി JCB കൊണ്ടുവന്ന് ഇയാൾ കിളപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന കുറ്റികളൊക്കെ പിഴുതെടുക്കുന്നതിന് വേണ്ടി ആഴത്തിലുള്ള കുഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് നാട്ടിൽ പോയിട്ട് തിരികെ താൻ വീട്ടിലേക്ക് വരുമ്പോൾ ആ ദിവസം മുഴുവൻ ഒരുമിച്ച് ഐഷയും സെബാസ്റ്റ്യനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ തനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ള അതൃപ്തിയും അവര് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഉള്ള ഒരു കൂടിക്കൊഴിഞ്ഞു കിടക്കുന്ന ഒരു ബന്ധം ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ് ഈ റോസമ്മയുടേതെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ അന്വേഷണ സംഘം ഇതുവരെയും റോസമ്മയെ പോലെയുള്ള ഒരാളെ, അതായത് ഇവർ രണ്ടുപേരുടെയും കോമൺ സുഹൃത്തായ റോസമ്മയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടിയിട്ടില്ല
എന്നുള്ളതാണ് നമുക്ക് അത്ഭുതകരമായി തോന്നുന്നത്. എന്തായാലും റോസമ്മ വിശദീകരിച്ച ഓരോ കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അതായത് റോസമ്മയുടെ ഐഷയുടെ പണം ഈ പറഞ്ഞ പോലെ സെബാസ്റ്റ്യന്റെ കൈവശമുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ ഐഷയോടും ആ സൗഹൃദം സ്ഥാപിച്ചു പോന്നിരുന്നു, അടുത്ത ബന്ധം പുലർത്തി പോന്നിരുന്നു. അതിൽ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഈ പൈസ തിരികെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് റോസമ്മ ഉറപ്പിച്ചു പറയുന്നത് ഐഷ പോയത് സെബാസ്റ്റ്യന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാനായാണ് പോകുന്നത്. പിറ്റേ ദിവസത്തെ ആധാരം നടത്തുന്നതിന് വേണ്ടിയുള്ള പണം വാങ്ങാനാണ് പോയത്. ആ ഒരു പോക്കാണ് മിസ്സിംഗ് ആയത് എന്നുള്ളത് കൃത്യമായി പറയുന്നു. മറ്റൊന്ന്, ഈ എല്ലാ കേസുകളിലും ഉണ്ടായ സമാനമായ ഒരു മോഡസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ ഐഷയുടെ കേസിൽ ഐഷയല്ല, ബിന്ദു പത്മനാഭൻ കാണാനില്ല എന്ന് പറയുന്ന ഘട്ടത്തിലും ബിന്ദു പത്മനാഭന്റെ ഫോണിൽ നിന്നുള്ള കോളുകൾ ബന്ധുക്കൾക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ കോളുകൾക്കൊന്നും മറുപടി ഉണ്ടാവില്ല, മിസ് കോളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സ്വഭാവം ഇതിനകത്ത് ഉണ്ടായിരുന്നു. സമാനമായി തന്നെ ഐഷ മിസ്സിംഗ് ആയതിനു ശേഷം അന്നത്തെ ദിവസം ഞായറാഴ്ച രാവിലെ 3 കോളുകൾ ഐഷയുടെ ഫോണിൽ നിന്ന് റോസമ്മയ്ക്ക് വന്നു എന്ന് റോസമ്മ സ്ഥിരീകരിക്കുന്നുണ്ട്. പള്ളിയിൽ പോയി തിരിച്ചു വന്നതുകൊണ്ട് ഫോൺ തിരിച്ചു വന്നപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് ആ കോളിലേക്ക് തിരിച്ച് ഐഷയെ വിളിച്ചപ്പോൾ പിന്നെ ഐഷ ഒരിക്കലും ഫോൺ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷെ അവർ പറയുന്ന പല നിർണായക കാര്യങ്ങളുണ്ട്. ഈ ബിന്ദുവിന്റേതിനെയും ഈ ജൈനമ്മയുടെയും സമാനമായി തീർച്ചയായും ഇടവേളകളിൽ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒട്ടേറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് സെബാസ്റ്റ്യന്റെ ജീവിതം. വലിയ ഭൂവുടമയാണ്, വസ്തു ഇടപാടുകാരനാണ്. പക്ഷേ ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായി സൗഹൃദമുണ്ടായിരുന്നു. അതിൽ നേരത്തെ ശരണ്യ സൂചിപ്പിച്ചതുപോലെ ഈ വിധവകളായിട്ടുള്ള അല്ലെങ്കിൽ വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, ഇതിവരെ സാമ്പത്തികമായി ഇവരെ കബളിപ്പിക്കുക, ഇവരുടെ വസ്തു തട്ടിയെടുക്കാൻ വേണ്ടിയായിരുന്നു ഈ സൗഹൃദം. അതല്ല ലൈംഗികമായി അവരെ ചൂഷണം ചെയ്യുക. അങ്ങനെ ലൈംഗിക വൈകൃതമുള്ളൊരു വ്യക്തിയാണോ സെബാസ്റ്റ്യൻ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ വിവരം? ഇതൊരു ഒരുപക്ഷെ നമ്മൾ ഈ സെബാസ്റ്റ്യന്റെ കേസിൽ ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ട കേസ് പരിശോധിക്കുമ്പോൾ ആ ബിന്ദു പത്മനാഭന്റെ സ്വത്തുക്കൾ 2013 പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ച് സെബാസ്റ്റ്യന്റെ സംഘവും തട്ടിയെടുക്കുമ്പോൾ സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കല്ല, സെബാസ്റ്റ്യന്റെ കൂടെ അന്ന് വന്ന ചില ആളുകളുണ്ട്. അതിൽ 3 പ്രതികൾ ആ കേസിനകത്ത് വന്നു എന്നുള്ളതാണ്. അതിലൊരു LIC ഏജന്റായ സ്ത്രീക്ക് പണം നൽകിയിട്ട് പണം നൽകാമെന്ന് വാഗ്ദാനം നൽകി. അവർക്ക് ആ പണം അത്രയും കൊടുത്തിട്ടില്ലെന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഗ്ദാനം നൽകി മിനി എന്നൊരു സ്ത്രീയെ കൂടി ഇതിനകത്ത് കൊണ്ടുവന്ന് അവരെയാണ് ബിന്ദു പത്മനാഭന് പകരമായി രജിസ്ട്രാർ ഓഫീസിൽ അവതരിപ്പിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തിയത്. അത്തരത്തിൽ ആ ഒരു ഘട്ടത്തിൽ സെബാസ്റ്റ്യന് നല്ല തോതിൽ പണം കിട്ടിയിട്ടുണ്ട്. അതായത് ബിന്ദുവിന്റെ ഇടപ്പള്ളിയിലുള്ള സ്ഥലം ഉൾപ്പെടെ വിറ്റ ഇനത്തിൽ ആ തട്ടിപ്പിൽ കോടിക്കണക്കിന് രൂപ സെബാസ്റ്റ്യന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ പണം ഉപയോഗിച്ചുകൊണ്ട് അയാൾ പിന്നെയും അയാൾ ഓരോ ക്രൈമിലും അയാൾക്ക് കോൺഫിഡൻസ് ലെവൽ വളരെയധികം കൂടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അന്വേഷണ സംഘവുമായി ഒക്കെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇയാൾ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു ഹാബിച്വൽ ക്രിമിനൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരാളാണ് അയാൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തന്നെ ആ ഒരു മോഡസ് തന്നെയാണ് ഇപ്പോൾ ഈ എല്ലാ കേസുകളിലും വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഐഷയുടെ ഫോണിൽ നിന്നും ഐഷയുമായി അടുത്ത മക്കളുമായിട്ടൊന്നും ഐഷ ബന്ധമുണ്ടായിരുന്നില്ല. അപ്പോൾ ഐഷയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന റോസമ്മയുടെ ഫോണിലേക്ക് കൃത്യമായ ഇടവേളകളിൽ കോൾ വന്നുകൊണ്ടേയിരുന്നു. തിരിച്ചു വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ കോള് എടുത്തു കഴിഞ്ഞാൽ മിണ്ടില്ല. ആ രീതിയിൽ ഐഷ എവിടെയെങ്കിലും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന രീതിയിൽ ഇയാൾ ഈ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് നമ്മൾക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിയിലായ ഇയാളുടെ ഏറ്റുമാനൂർ കേസിനകത്ത് പോലീസ് ഏറ്റവും നിർണായകമായി ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചത്. ഇയാൾ വിളിച്ച കോളും ഈ ഫോൺ, അതായത് ജൈനമ്മയുടെ ഫോൺ ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ കഴിഞ്ഞതോടെയാണ് ഈ കേസ് ഒരു നിർണായകമായ വഴിത്തിരിവിലേക്ക് പോവുകയും ഇപ്പോഴും മറ്റു കേസുകളൊക്കെ ഉയർന്നു വന്നുകൊണ്ടേയും ഇരിക്കുന്നത്. പക്ഷേ ആ ഒരു രീതിയിൽ വരുന്ന ഇയാൾ എല്ലാവരും ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ മോഷണം ഉണ്ടായിരുന്നതാണ് അടുത്ത വീടിനോട് തൊട്ട് ചേർന്നുള്ള ആളുകളൊക്കെ നമ്മളോട് വ്യക്തമാക്കിയത്, ബന്ധുക്കൾ നമ്മളോട് വ്യക്തമാക്കി. ആ രീതിയിലുള്ള ചില ഇടപാടുകൾ ഉള്ള ആളായിരുന്നു സെബാസ്റ്റ്യൻ. പിന്നെ വളരെ വിചിത്രമായ സ്വഭാവം, സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. അത് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും സ്ത്രീകളുമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇയാൾ നോട്ടമിടുന്നത് മുഴുവൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെയാണ്. ഇപ്പോൾ ഐഷയാണെങ്കിൽ റിട്ടയർഡ് എംപ്ലോയി ആണ്. ഈ നമ്മൾ കണ്ട റോസമ്മ എന്ന് പറഞ്ഞ സ്ത്രീ, റോസമ്മ നമ്മളോട് പറഞ്ഞത് ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ തീരുമാനിച്ചാൽ അത് ചെയ്യുന്ന ഒരാളാണ്, എല്ലാം കണക്ക് കൂട്ടി ചെയ്യുന്ന ഒരാളാണ് എന്ന വരിയാണ് നമ്മളോട് ഈ റോസമ്മ പറഞ്ഞതെന്നുള്ളതാണ്. ഭാഗ്യത്തിന് താൻ ഇടവകയിലെ വിവാഹം കഴിക്കാമെന്ന് നിർബന്ധിച്ചു തന്നെ. തീർച്ചയായും ഏറെ ഗൗരവമുള്ളൊരു വെളിപ്പെടുത്തലാണ് റോസമ്മ നടത്തിയത്. ശരണ്യ സ്നേഹജൻ സൂചിപ്പിച്ചതുപോലെ
ഇത്തരം പല രീതിയിലുള്ള സ്വഭാവ വൈകൃതമുള്ളൊരു വ്യക്തി, ഒരു വലിയ ഒരു കുറ്റവാളി, ഒരു കൊടും കുറ്റവാളി തന്നെയാണ് സെബാസ്റ്റ്യൻ എന്നാണ് ഈ വെളിപ്പെടുത്തൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പേർ സെബാസ്റ്റ്യൻ്റെ ആക്രമണങ്ങൾക്ക്, ക്രൂരതയ്ക്ക് ഇരയായിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതാണ്. കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ തുടർച്ചയായ 4ാം ദിവസവും തെരച്ചിൽ. നേത്രാവതി പുഴയോട് ചേർന്നുള്ള 7ാം പോയിന്റിലാണ് JCB ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 8ാം പോയിന്റിലും തെരച്ചിൽ നടത്തും. 6ാം പോയിന്റിൽ തലയോട്ടിയടക്കം കണ്ടെത്തിയതോടെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ധർമ്മസ്ഥലയിൽ നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇന്നലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെളിവ് ലഭിച്ചത്. അതായത് 6ാം പോയിന്റിൽ നിന്നും ചില അസ്ഥികൂടങ്ങൾ കണ്ടെത്തുന്നു. പക്ഷെ നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് 7, 8 ഉൾപ്പെടെ 12 പോയിന്റുകളിലേക്ക് പരിശോധന ഉണ്ടാകുമെന്നാണ്. പക്ഷേ എന്തായാലും ഈ ഒരു നിർണായകമായിട്ടുള്ള തെളിവ് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച് കൊടുത്ത സ്ഥലങ്ങളിൽ വിശദമായി തന്നെ ആഴത്തിൽ കുഴിയെടുത്ത് പരിശോധന നടത്തുകയാണ്. അതുകൊണ്ടാണോ ഈ തിരച്ചിൽ വൈകുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും ടോം. ഇപ്പോൾ 7ലെ പരിശോധന ഏകദേശം പൂർത്തിയായി. അവിടെ നിന്നും എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചു എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ രഹസ്യ സ്വഭാവത്തിലാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ 6ാമത്തെ പോയിന്റ് അത് മറുകരയിൽ നിന്നും കൃത്യമായി നമ്മുടെ ക്യാമറ കണ്ണുകളിൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അല്പം മാറി വനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്താണ് ഇത്തരത്തിലുള്ള പരിശോധന. അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങൾ അത്ര വ്യക്തമല്ല. എന്തൊക്കെ വസ്തുക്കൾ ഇവിടെ നിന്ന് ലഭിച്ചു, അത്തരം കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. അതിനിടയിലാണ് ഈ 8ൽ വലിയ ഒരുക്കങ്ങൾ നടത്തുന്നത്. 8ൽ ഇത്തരത്തിൽ ചുറ്റും തുണി ഉൾപ്പെടെ ഇത്തരത്തിൽ കെട്ടി അത് പുറത്തു നിന്നും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ അവിടെ ആസൂത്രണം ചെയ്യുന്നത്. 7ലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോഴത്തെ 8ലെ ഒരുക്കങ്ങൾ കണ്ടിട്ട് 7ൽ പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനം ഈ 8 പോയിന്റിലെ പരിശോധനയാണ്. കാരണം ഇവിടെ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഇവിടെ 1-ലധികം മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ടെന്നാണ് മുൻ ജീവനക്കാരൻ മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നടത്തുന്ന പരിശോധന വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനം 23 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കാണാതായ അനന്യ ഭട്ടിന് രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയെ ഇവിടെ കുഴിച്ചിട്ടതായി ശുചീകരണ തൊഴിലാളിയുടെ ഒരു മൊഴിയുണ്ട്. അത് SIT ഉദ്യോഗസ്ഥർക്ക് മുന്നിലും അത്തരം രൂപസാദൃശ്യം, അതായത് നേരത്തെ സുജാത ഭട്ട് അവരുടെ അമ്മ നൽകിയ വിവരമനുസരിച്ച് അതേ രീതിയിലുള്ള അതേ ഡ്രസ് ഇട്ട ഒരു പെൺകുട്ടിയെ അവിടെ അടക്കം ചെയ്തതായി ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 8ൽ നടക്കുന്ന പരിശോധന വളരെ നിർണായകമാണ്. കാരണം അതിലൊരു പരാതിയുണ്ട്. 23 വർഷത്തിന് ശേഷം സുജാത ഭട്ടിന്റെ പരാതിയിൽ ഇത്തരത്തിൽ അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ധർമ്മസ്ഥല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആ കേസ് ഇപ്പോൾ SITക്ക് കൈമാറിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ DNA പരിശോധന സാമ്പിൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കിട്ടുന്ന ഏതെങ്കിലും വസ്തുക്കൾ ഇവിടുന്ന് ലഭിക്കുകയാണെങ്കിൽ ആ വസ്തുക്കളുമായി DNA പരിശോധന ഫലം ഒത്തുനോക്കാം. അങ്ങനെയാണെങ്കിൽ കേസിൽ വലിയ വഴിത്തിരിവുണ്ടാകും. കാരണം ഒരു പരാതിയുള്ള ഒരാളാണ് സുജാത ഭട്ട്. അവരുടെ മകൾ ഇവിടെ ഉണ്ടോ? അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ അമ്മ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മകൾ ഇവിടെ കൊല്ലപ്പെട്ടു, ഈ പ്രദേശത്ത് എവിടെയുണ്ട്, അവരുടെ അസ്ഥിയെങ്കിലും എടുത്തു തരൂ, അന്ത്യകർമ്മം ചെയ്യാനെന്നാണ്. ആ അമ്മ ഇപ്പോഴും ധർമ്മസ്ഥലയിൽ തന്നെ ഉണ്ട്. ആ അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ഈ 8 എന്ന പോയിന്റിൽ നിന്ന് ലഭിക്കുമോ? അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്. വലിയ ഒരുക്കങ്ങളാണ് 8 നമ്പറിൽ ഇട്ട ആ സ്ഥലത്ത് ഇത്തരത്തിൽ കുഴിച്ച് പരിശോധിക്കാൻ വേണ്ടി ഇപ്പോൾ നടത്തുന്നത്. തോന്നുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉച്ചഭക്ഷണത്തിന് ശേഷം അവിടെ പരിശോധന നടത്താനാണ് തീരുമാനമെന്നാണ്. ഇപ്പോഴും 7ലെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7ലേക്ക് ഇപ്പോൾ JCB ഉൾപ്പെടെ അവിടെ എത്തിച്ചിരിക്കുന്നു. അതായത് ചെറിയ JCB ഉപയോഗിച്ച് അവിടെ പരിശോധന നടത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൊഴിലാളികളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ മണ്ണ് നീക്കിയ പരിശോധനയാണെങ്കിൽ ഇന്നലെ വളരെ വേഗത്തിൽ പരിശോധന നടത്താൻ വേണ്ടി, വളരെ ആഴത്തിൽ പരിശോധന നടത്താൻ വേണ്ടി ഇത്തരത്തിൽ JCB ഉൾപ്പെടെ എത്തിച്ചാണ് പരിശോധന നടത്തുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ 7ൽ നിന്നും എന്തെങ്കിലും ഇത്തരത്തിൽ വസ്തുക്കൾ, അതായത് ഇന്നലെ ലഭിച്ചതുപോലെ 6ാം നമ്പറിൽ ലഭിച്ചതുപോലെ മനുഷ്യന്റെ ഏതെങ്കിലും അസ്ഥികൂടം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ഉയർന്ന ചോദ്യവും. അതാണ് SITയുടെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും തരത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പുറത്ത് പറയുന്നില്ല. അത് DGP കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന, അതായത് ഇപ്പോൾ നടക്കുന്ന പരിശോധനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും മാധ്യമങ്ങളോട് പങ്കുവെക്കരുത്, അതല്ലെങ്കിൽ പുറത്ത് അറിയരുത് എന്ന് തന്നെയാണ് നിർദ്ദേശം. കാരണം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ വലിയ തോതിൽ വാർത്ത തീർച്ചയായും അത് ഒരു രഹസ്യ സ്വഭാവം തന്നെ ഒരുപക്ഷെ അന്വേഷണത്തിൽ അനിവാര്യമാകും. ബൈജു,
നമുക്കറിയാം, കാരണം ഇന്നലത്തെ ദിവസം അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരുന്നു. പക്ഷെ ഇവിടെ രണ്ടാം ദിവസം നടത്തിയ പരിശോധനയിൽ അന്ന് നമുക്കറിയാം ഒരിടത്ത് പരിശോധിച്ചപ്പോൾ ഒരു ചുവപ്പ് നിറമുള്ള ബ്ലൗസ്, ATM കാർഡ്, ആധാർ കാർഡ് എന്നിവയൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയതാണ്. പക്ഷെ അത് ഒരുപക്ഷെ ആദ്യത്തെ ഒരു 5 സ്പോട്ടുകളിൽ നിന്ന് ഒന്നും കണ്ടെത്താതെ വന്നപ്പോൾ അന്വേഷണ സംഘം അത്ര കാര്യമായി അല്ലെങ്കിൽ ഗൗരവത്തിൽ ഒരുപക്ഷെ ഇയാളുടെ വെളിപ്പെടുത്തലിനെ എടുത്തു കാണില്ലേ? അങ്ങനെയെങ്കിൽ ആ ബ്ലൗസ് ഉൾപ്പെടെ കണ്ടെത്തിയ സ്ഥലത്ത്, പ്രത്യേകിച്ചും അതൊരു സ്ത്രീയുടെ ആണെന്ന് സ്വാഭാവികമായി മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ അവിടെ ഒരു മൃതദേഹം കുഴിച്ചിട്ടുണ്ടാകുമോ? അവിടെ വിശദമായി തന്നെ ആഴത്തിൽ കുഴിയെടുത്ത് വീണ്ടും പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ടോ? ടോമെ, ഒന്നാമത്തെ പോയിന്റിൽ നിന്നാണ് ഇത്തരത്തിൽ വസ്തുക്കൾ ലഭിച്ചത്. ആ വസ്തുക്കളുമായി ബന്ധപ്പെട്ട പരിശോധന ഇപ്പോൾ SIT ആരംഭിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് സംബന്ധിച്ച് അതിൽ ഈ സംഭവവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ, അത്തരം പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ടോമെ, ഈ 1-നും 2-നും ശേഷം നടന്ന 3, 4, 5 ഈ 3 പോയിന്റുകൾ കേന്ദ്രീകരിച്ച് നടന്ന ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ നിർണായകമായ വിവരങ്ങൾ അവിടുന്ന് ലഭിച്ചിട്ടുണ്ടാകാം. അതൊന്നും പുറത്തു വന്നിട്ടില്ല. അത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ കാണുന്ന തരത്തിലുള്ള ഒരു സ്പോട്ടല്ല. അത് വനത്തിനകത്താണ്, പുഴയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. പക്ഷെ അത് വനത്തിനകത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഏതെങ്കിലും മൃതദേഹ അവശിഷ്ടങ്ങളോ മറ്റോ കിട്ടിയിട്ടുണ്ടോ, ഇത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ SITയുടെ ഭാഗത്തും അത്തരം വിവരങ്ങളില്ല. ഒരു കാര്യവും പുറത്ത് SITയുടെ ഭാഗത്തും വരുന്നില്ല. ഇന്നലെ ലഭിച്ച ഇത്തരത്തിലുള്ള അസ്ഥികൂടം പോലും SITയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അത് കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലുള്ള അന്വേഷണം നടത്തി ഏറ്റവും ഒടുവിൽ അത് ഏതെങ്കിലും തരത്തിൽ പുറത്തു പറയാം എന്ന് തന്നെയാണ് SIT തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇത് അസ്ഥികൂടം കണ്ടെത്തുക മാത്രമല്ല ഇതിൽ പ്രധാനം, ഇതാരാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട്, എത്ര ഉന്നതരായ ആളുകൾ ഇതിന് പിന്നിലുണ്ട്, അതെല്ലാം പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇത്തരത്തിൽ തുടക്കത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതോടെ അതെല്ലാം ഇല്ലാതാകും. ഒരുപക്ഷെ അന്വേഷണം തന്നെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം വിവരങ്ങളൊന്നും പുറത്തു പറയരുതെന്നാണ് ഇന്നലെ ഇവിടെ എത്തിയ DGP ഈ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കറിയില്ല. യെസ്, KB ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് ധർമ്മസ്ഥലയിൽ നിന്നും. ഇപ്പോൾ 7ഉം 8ഉം പോയിന്റുകളിലാണ് പരിശോധന നടക്കുന്നത്. 6ാം പോയിന്റിൽ നിന്നും ഇന്നലെ കണ്ടെത്തിയ അസ്ഥികൂടമാണ് ഈ കേസിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഏറ്റവും നിർണായകമായത്. ഇനി ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിലെ പരിശോധന അതിനിർണായകമാണ്. ചെറിയ JCBകൾ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ആഴത്തിൽ കുഴിയെടുത്ത് തന്നെ പരിശോധന നടത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു രഹസ്യ സ്വഭാവമാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട്, ഇതിൻ്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് കാത്തു സൂക്ഷിക്കുന്നത്. കാരണം കൂടുതൽ വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്കുൾപ്പെടെ കൈമാറുന്നില്ല. കാരണം ഈ കേസിൽ ഇനിയുള്ള ദിവസങ്ങൾ, കാരണം 7 മുതൽ 13 വരെയുള്ള സ്പോട്ടുകളിലെ പരിശോധന, അവിടെ നിന്നും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. ഈ സ്ഥലത്തേക്ക് കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടുണ്ട്. വിശദമായി തന്നെ പരിശോധന തുടരുകയാണ്. ഇടവേള. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കോട്ടയം CMS കോളേജിലെ വിദ്യാർത്ഥി ഓടിച്ച വാഹനം അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. വിദ്യാർത്ഥിയായിട്ടുള്ള ജൂബിൻ ജേക്കബ് മദ്യലഹരിയിൽ ഓടിച്ച വാഹനം അപകടമുണ്ടാക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇന്നാണ് പുറത്തു വന്നത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു അപകടം. CMS കോളേജ് മുതൽ പനമ്പാലം വരെയായിരുന്നു ജൂബിൻ ജേക്കബ് അപകടമുണ്ടാക്കിയത്. തുടർന്ന് റോഡിലെ മരത്തിൽ വാഹനം ഇടിച്ചു നിർത്തുകയായിരുന്നു.
KSU ജില്ലാ നേതാവാണ് ജൂബിൻ ജേക്കബ്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് ഏറെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇരുചക്ര വാഹനത്തിലുണ്ടായിരുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നിരവധി വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആരുടെയെങ്കിലും ഗുരുതരമായിട്ടുള്ള പരിക്ക് ആർക്കെങ്കിലും പറ്റിയിരുന്നോ? ടോമ, അത്ഭുതങ്ങൾ എന്ന് തന്നെ പറയാം. കാരണം പല മനുഷ്യരുടെയും ജീവിതം യഥാർത്ഥത്തിൽ ഇല്ലാതാകേണ്ടതായിരുന്നു. അവരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും വേഗതയിൽ ഈ വാഹനം പോകുന്നു. പല വാഹനങ്ങൾ, ഇപ്പോൾ വലിയ കാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഗുരുതരമായ പ്രശ്നം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അത്തരം ഇടിച്ച വാഹനങ്ങൾക്കൊക്കെ അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പക്ഷെ ഇരുചക്ര വാഹനങ്ങൾ അല്ലെങ്കിൽ റോഡിൽ കൂടി നടന്നു പോയവർ, ഈ മനുഷ്യരുടെയൊക്കെ ജീവിതം തുലാസിലാക്കിക്കൊണ്ടാണ് ഇന്നലെ CMS കോളേജിലെ ഈ വിദ്യാർത്ഥി, KSUവിന്റെ നേതാവ് വാഹനം ഓടിച്ചത് എന്നുള്ളതാണ് എടുത്ത് പറയാൻ കഴിയുന്നത്. ഈ വാഹനം CMS കോളേജ് മുതൽ ഏതാണ്ട് പനമ്പാലം വരെ ഒരു 3-4 കിലോമീറ്റർ ദൂരമുണ്ട്. ആ ദൂരത്താകെ ഏതാണ്ട് 10-20ഓളം വാഹനങ്ങളിൽ ഇടിച്ചിട്ടുണ്ട്. 7 കാറുകൾ തന്നെയുണ്ട്. മറ്റ് പലതും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ഇതിൽ പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ സംഭവം ഏറ്റവും ഒടുവിൽ പനമ്പാലത്തിന് സമീപം ഒരു ജംഗ്ഷനിൽ ഒരു ആൽമരത്തിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് പോയേനെയും. ഈ ജൂബിൻ പിന്നീട് പുറത്ത് ഇറങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ബോധമില്ലാതെയാണ്, ലഹരിക്കടിമയായി ബോധമില്ലാതെയാണ് ഈ വാഹനം ഓടിച്ചത് എന്നുള്ളതാണ് എടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. KSU നേതാവ് എന്ന നിലയിൽ വാർത്തകൾ വന്നതോടുകൂടി തന്നെ KSU ഇയാളെ നേരത്തെ തന്നെ പുറത്താക്കിയിരുന്നതാണ് എന്ന വിശദീകരണം നൽകുന്നുണ്ട്. നേരത്തെയും ഇങ്ങനെ ചില ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ ഇയാൾക്കെതിരെ പല ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ 2ാം വർഷ വിദ്യാർത്ഥിയാണ് ഈ ജുബിൻ ജേക്കബ് എന്നുള്ളതാണ് നമുക്ക് കോളേജിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ സംഭവത്തിൽ ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഈ വാഹന അപകടത്തിൽപ്പെട്ടവരാരും തന്നെ പരാതി നൽകിയിട്ടില്ല. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഇയാൾക്ക് പരിക്ക് പറ്റിയിരുന്നു. ഈ ഏറ്റവും ഒടുവിൽ ഈ ഒരു മരത്തിലിടിച്ച് നിന്ന സമയത്ത് പരിക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടെ ചികിത്സയിൽ കഴിയുകയാണ്. പോലീസിന് ആരും പരാതി നൽകാത്തതുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. പരാതികൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരു തുടർ നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. തീർച്ചയായും പോലീസ് എന്തായാലും നടപടി സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കോളേജിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകും. കാരണം മദ്യപിച്ച് ഒരുപക്ഷെ ഇയാൾക്ക് ലഹരി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഈ സംഭവത്തിന് പിന്നാലെ കോളേജിന്റെ ഭാഗത്തു നിന്ന് വിദ്യാർത്ഥിക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ ശ്രീജിത്ത്? കോളേജ് നടപടി എടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കോളേജ് ക്യാമ്പസിനുള്ളിൽ നടന്നൊരു പ്രവൃത്തിയല്ല. അത് സംബന്ധിച്ച് കോളേജ് മാനേജ്മെന്റ്, CMS കോളേജാണ്, CMS കോളേജ് മാനേജ്മെന്റ് ആലോചനകൾ നടത്തി വരികയാണ്. കോളേജിന്റെ പേര് ഉണ്ടാക്കി എന്ന നിലയിലാണ്. നിലവിൽ മറ്റാർക്കും അതിഗുരുതരമായ അപകടമൊന്നും പറ്റാത്തതുകൊണ്ടോ ജീവഹാനി ഒന്നും സംഭവിക്കാത്തത് കൊണ്ടോ ഈ കേസ് ഇങ്ങനെ നിൽക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അത് ഈ മനുഷ്യരുടെ, ഇതുവഴി നടന്നുപോയ അടക്കമുള്ള മനുഷ്യരുടെ ഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ അതിനെ കരുതാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇത്തരം ലഹരിക്ക് അടിമയാകുന്ന മനുഷ്യരുടെ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസുകളിലടക്കം ഇത്തരം ലഹരി കേന്ദ്രങ്ങളായി മാറുന്ന സ്ഥിതിവിശേഷം പലപ്പോഴും പലയിടത്തായും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ചില ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ടായിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാകുക. പക്ഷെ ഇവിടെ അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. എന്തായാലും ഈ കോളേജിൽ നിന്ന് പോകുന്ന വഴിക്കാണ്, ക്യാമ്പസിനുള്ളിൽ വെച്ച് മദ്യപിച്ച ശേഷമോ മറ്റോ ആണോ ഇയാൾ യാത്ര ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല. അതോ ക്യാമ്പസിന്റെ പുറത്തുള്ള ഏതെങ്കിലും ഭാഗത്ത് വാഹനത്തിലിരുന്ന് മറ്റോ ആണോ ഇയാൾ മദ്യപിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും വലിയ അപകടമാകേണ്ട ഒരു സംഭവമാണ്. ഒരുപാട് മനുഷ്യർക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട ഒരു സംഭവം. തലനാരിഴയ്ക്ക് പലരും രക്ഷപ്പെട്ടു എന്ന് മാത്രം നമുക്ക് ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ എത്രത്തോളം അപകടം നിറഞ്ഞതായിരുന്നു ഇയാളുടെ യാത്ര എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ CCTV ദൃശ്യങ്ങൾ. അതിൽ തന്നെ ഏതാണ്ട് എല്ലാം ഉണ്ട്. യാതൊരു ലക്കും ലഗാനും ഇല്ലാതെ ഇത്രയും തിരക്കേറിയ റോഡിൽ കൂടിയാണ് ഇയാൾ വാഹനം ഓടിച്ചു പോയത്. ഏറ്റവും ഒടുവിൽ വാഹനം ഇടിച്ചു നിന്നതുകൊണ്ട് അത് അവിടെ അവസാനിച്ചു എന്ന് മാത്രം കരുതാവുന്ന ഒരു നിലയാണ് ഉണ്ടായിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.
മുൻ പെൺ സുഹൃത്തിന്റെ ലൈംഗിക പീഡന പരാതിയിൽ റാപ്പർ വേടനെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി വേടൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വേടന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് തന്നെ പരിഗണിക്കുന്നുണ്ട്. തൃക്കാക്കര ACPയുടെ മേൽനോട്ടത്തിലാണ് കേസിന്റെ അന്വേഷണം നടക്കുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്, കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി, ഈ യുവ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷയിൽ വേടൻ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? അടുത്ത 2 ദിവസം അവധിയാണ്. അതിനു മുൻപ് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വേടൻ അടിയന്തരമായി ഈ ജാമ്യ ഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും വേടൻ പറയുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തന്നെ ഇത്തരത്തിൽ തകർക്കുന്നതിന് വേണ്ടി തുടരെയുള്ള തനിക്കെതിരായിട്ടുള്ള കേസുകൾ തന്നെ തകർക്കുന്നതിനു വേണ്ടി ചിലർ നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലമാണ് ഈ ഒരു ബലാത്സംഗ കേസുമെന്നാണ് വേടൻ പ്രധാനമായും മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഹർജി പരിഗണിക്കുക. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് അന്വേഷണ സംഘവും തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുൻപായി യുവതി പറഞ്ഞ മൊഴികളിലെല്ലാം വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ യുവതി മജിസ്ട്രേറ്റിന് മുൻപിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രഹസ്യമൊഴിയുടെ കോപ്പി കൂടി കോടതിയിൽ നിന്നും കൈപ്പറ്റിയതിനു ശേഷം ഈ മൊഴികളും വിശദമായി പഠിച്ചതിന് ശേഷമായിരിക്കും വേടനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുള്ളൂ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, വേടനും താനുമായിട്ടുള്ള ഈ ഒരു സൗഹൃദം അല്ലെങ്കിൽ പിന്നീടുണ്ടായ പീഡനങ്ങളെ കുറിച്ചൊക്കെ വേടന്റെ ചില സുഹൃത്തുക്കൾക്കും അറിയാമെന്ന പെൺകുട്ടിയുടെ നിർണായകമായ മൊഴി. അങ്ങനെയാണെങ്കിൽ വേടന്റെ സുഹൃത്തുക്കളെയുമൊക്കെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഒപ്പം ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ, ഗൂഗിൾ പേയുടെ കൈമാറ്റം ചെയ്തതിന്റെ തെളിവുകൾ, ഒപ്പം ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഒപ്പം ഇവരുടെ ഒരു വാട്സപ്പ് ചാറ്റ്, ഇതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. യുവതി ഡിപ്രഷനെ അടക്കം ചികിത്സ തേടിയെന്ന് പോലീസിനോട് പറയുന്ന മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ആശുപത്രിയിലാണ് ഇതിനു വേണ്ടി ചികിത്സ തേടിയത്, പെൺകുട്ടി പറയുന്നത് സത്യമാണോ എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2021 മുതൽ 2023 വരെയായിരുന്നു ഈ സംഭവം. തീർച്ചയായും നമുക്കറിയാം, സമാനമായ കേസുകളിൽ ഇതിനു മുൻപ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ ഇതുപോലെ പ്രണയബന്ധത്തിലായിരിക്കുന്ന സമയത്ത് ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം ഇരുവരും തമ്മിൽ വേർപിരിയുന്നു. പിന്നീട് പെൺകുട്ടികൾ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്ന സാഹചര്യങ്ങളെയൊക്കെ ഹൈക്കോടതി വിമർശിച്ച പശ്ചാത്തലമൊക്കെ ഉള്ളതാണ്. സ്വാഭാവികമായും അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇരയായിട്ടുള്ള ആ യുവതിക്ക്, ആ യുവ ഡോക്ടർക്ക് നേരെ കഴിഞ്ഞ ദിവസം സൈബറടുത്ത് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത്. പക്ഷേ ഇവിടുത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. വേടൻ പ്രണയം നടിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയെ ഒഴിവാക്കുന്നു. ഇയാൾക്ക് നിരവധി സുഹൃത്തുക്കൾ, പെൺസുഹൃത്തുക്കൾ ഉണ്ട് എന്ന വെളിപ്പെടുത്തൽ കൂടി ഈ യുവ ഡോക്ടർ പറയുന്നുണ്ട്, പരാതിയിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. സാമ്പത്തികമായി അവരെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിന് മറ്റൊരു സ്വഭാവം, മറ്റൊരു മാനമില്ലേ? ഒരുപക്ഷെ കോടതിയിൽ ചെല്ലുമ്പോൾ ഇതിന് മുൻപുണ്ടായിട്ടുള്ള സമാനമായ കേസുകൾ തന്നെ ഒരുപക്ഷെ അത്തരം വാദങ്ങളായിരിക്കാം പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വേടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോകുക, അല്ലേ? അതെട്ടോ, വേടന് അനുകൂലമാകുന്ന ഒരു രീതിയിലേക്ക് കോടതിയുടെ നിലപാട് അല്ലെങ്കിൽ കോടതിയുടെ ഒരു വിധി ഉണ്ടാകാതിരിക്കാൻ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുൻപും ഈ ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് അവർ തമ്മിൽ പിരിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ പോലും പെൺകുട്ടി ഇങ്ങനെ പീഡനമാണെന്ന തരത്തിൽ പരാതി നൽകുമ്പോഴും കോടതി രൂക്ഷമായിട്ടുള്ള വിമർശനം പലപ്പോഴും ഈ പരാതിക്കാർക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. വിജയ് ബാബുവിന്റെ കേസിലടക്കം നമ്മൾ അത് കണ്ടതാണ്. ഇവിടെയും വേടന് അനുകൂലമാകുന്ന രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും കൃത്യമായിട്ടുള്ള രേഖകൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് തെളിവ് ശേഖരിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഇവരുടെ വാട്സപ്പ് ചാറ്റുകൾ, ഇവർ തമ്മിലുള്ള പണമിടപാടുകൾ, വേടൻ എവിടെയൊക്കെയാണ് കൊണ്ടുപോയി പീഡിപ്പിച്ചത്, ഇതിലെല്ലാം തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. ഒപ്പം വേടൻ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. തനിക്ക് നേരെ നടക്കുന്ന ചില രാഷ്ട്രീയ
കക്ഷികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടൽ ഇതിനുള്ളിലുണ്ട്. തന്നെ മനഃപൂർവ്വം തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇങ്ങനൊരു നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് പിന്നിൽ ചില ശക്തികൾ ഉണ്ടെന്ന് തന്നെയാണ് വേടൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ തനിക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ ഇനിയും വരാൻ സാധ്യതയുണ്ടെന്ന് കൂടി വേടനുമായി ബന്ധപ്പെട്ട ആളുകളോട് വേടൻ സംസാരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതും ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ വിശദമായി തന്നെ ഈ ഹർജിയിലും വേടൻ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപും നമുക്കറിയാം 2 കേസുകൾ വേടനെതിരെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഒരു മീറ്റു ആരോപണം ഉണ്ടായി, അത് പാതി വഴിയിൽ അവസാനിക്കുന്നു. പിന്നീട് കഞ്ചാവ് കേസായിക്കോട്ടെ, പുലിപ്പല്ലി കേസായിക്കോട്ടെ, ഇതിൽ നിന്നെല്ലാം വേടന് അനുകൂലമാകുന്ന ഒരു രീതിയിലേക്ക് കോടതിയുടെ നിലപാടുകൾ വന്നിരുന്നു. ഇതും ആ രീതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് അന്വേഷണ സംഘം കൃത്യമായിട്ടുള്ള തെളിവുകളും ശേഖരിച്ച് കൃത്യമായിട്ടുള്ള മൊഴികളും ശേഖരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്കും കടക്കാനുള്ളൊരു സാധ്യതയും അടുത്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യം തേടി പെട്ടെന്ന് തന്നെ കോടതിയെ സമീപിക്കുവാനും വേടൻ തീരുമാനിച്ചിരിക്കുന്നത്. നവമി, അതിനു മുൻപ് ഒരുപക്ഷെ ഈ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ച ശേഷം മാത്രമായിരിക്കുമോ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുകയുള്ളൂ? അതോ തിടുക്കപ്പെട്ട് വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സാധ്യതയുണ്ടോ? വേടൻ ഇപ്പോൾ എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? തിടുക്കപ്പെട്ട് വേടനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് തന്നെയാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കേസിന്റെ കാലഘട്ടം, പരാതിക്കാരി പറയുന്ന സമയം വർഷങ്ങൾക്ക് മുൻപാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. തെളിവുകളുടെ അഭാവത്തിൽ വേടനെ കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ളൊരു നിലപാടുണ്ടാകുകയോ അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലോ അത് കേസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തിടുക്കപ്പെട്ട് ഒരു അറസ്റ്റിലേക്ക് കടക്കണ്ട, പകരം പെൺകുട്ടിയുടെ മൊഴി വിശദമായി പഠിക്കുക, പെൺകുട്ടി പറയുന്ന സാഹചര്യ തെളിവുകൾ ശേഖരിക്കാൻ പറ്റുമെങ്കിൽ അത് ശേഖരിക്കുക, ഇവരുമായി അടുത്ത് നിൽക്കുന്ന, അതായത് ഇവരുടെ ബന്ധം അറിയാവുന്ന സുഹൃത്തുക്കളുടെ മൊഴികളും വിശദമായി രേഖപ്പെടുത്തുക. ഇതെല്ലാം ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കുകയുള്ളൂ. എന്നാലും അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ ഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വേടൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. എന്നാൽ വേടൻ ഇപ്പോഴും ഒളിവിലാണ്. എവിടെയാണെന്നതിൽ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും വേടൻ അവിടെ നിന്ന് പോയി എന്നാണ് വേടന്റെ അടുത്ത ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത്. എവിടെയാണ് വേടൻ എന്നതിൽ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒളിവിലായിരിക്കും. ചിലപ്പോൾ കോടതിയുടെ തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വേടൻ ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പോലും പ്രതികരിക്കാനുള്ള ഒരു സാധ്യതയും ഒക്കെ നമുക്ക് മുന്നിലുള്ളൂ. കേട്ടോ. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ 25 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുസ്ലിം ലീഗ് നേതാവ് കസ്റ്റഡിയിൽ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം TP ഹാരിസാണ് മുംബൈ വിമാനത്താവളത്തിൽ നിന്നും പിടിയിലായത്. ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ കരാർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഹാരിസ് പണം കൈക്കലാക്കിയത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഏറെ ഗൗരവമുള്ളൊരു കേസാണ്. ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം ഇത്രയധികം കോടി രൂപ, 25 കോടിയോളം രൂപ തട്ടിയെടുത്തുന്ന കേസ്. ഇത് ആരാണ് പരാതിക്കാരൻ? എങ്ങനെയാണ് ഈ സംഭവം പുറത്തു വന്നത്? ടോം, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വലിയ തോതിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം TP ഹാരിസിനെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഹാരിസ് ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികളുടെ പേരിൽ പണം പിരിക്കുന്നുവെന്നാണ് പ്രധാനപ്പെട്ട പരാതി. അതായത് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി, അത് മുച്ചക്ര വാഹന വിതരണമാകട്ടെ, ഡയാലിസിസ് സെൻ്റർ ആകട്ടെ, സാധാരണഗതിയിൽ അത് ഏതെങ്കിലും ഏജൻസിയെ ഏൽപ്പിച്ച്, അക്രഡിറ്റ് ഏജൻസിയെ ഏൽപ്പിച്ച് അവർ വഴിയാണ് ഇത് ചെയ്യുക. അതിനു പകരം ജില്ലാ പഞ്ചായത്ത് അംഗം ഹാരിസിൻ്റെ നേതൃത്വത്തിൽ പണം പിരിച്ചെടുത്ത് മറ്റൊരു തരത്തിൽ ആ പദ്ധതി നടപ്പിലാക്കി അതിൻ്റെ പണം ലഭിക്കുമ്പോൾ അവർക്കതിൻ്റെ ഈ പണം പിരിച്ചവർക്ക് ലാഭവിഹിതം സഹിതം കൊടുക്കുവാൻ വാഗ്ദാനം ചെയ്തു എന്നാണ് പ്രധാനപ്പെട്ട ഒരു പരാതി. ഇത് സംബന്ധിച്ച് 6 പേരാണ് നിലവിൽ പോലീസിന് മുമ്പിൽ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ അതിലധികം പേർക്ക് പണം നഷ്ടമായിട്ടുണ്ടെന്നും 25 കോടിയിലധികം രൂപ ഇത്തരത്തിൽ ഹാരിസ് പിരിച്ചിട്ടുണ്ടെന്നുമാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം.
ഈ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. സാമ്പത്തിക തട്ടിപ്പും വിശ്വാസവഞ്ചനയുമാണ് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. ഹാരിസിന് പുറമെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇപ്രകാരം ഈ പണം തട്ടിയെടുത്ത ഹാരിസ് ഇതിനിടെ വിദേശത്തേക്ക് കടന്നുവെന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരു പരാതിയായിട്ട് പരാതിക്കാർ ഉന്നയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ തന്നെ ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചു. ഇതിൻ്റെ പിന്നാലെയാണ് മുംബൈ വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം TP ഹാരിസിനെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ മലപ്പുറം പോലീസ് മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നാളെ ഹാരിസിനെ നാട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയുന്നത്. ഈ കൂടുതൽ പേർക്ക് ഈ ഹാരിസിന് പുറമെ ജില്ലാ പഞ്ചായത്തിലെ മറ്റ് അംഗങ്ങൾക്കോ പാർട്ടിയിലെ നേതാക്കൾക്കോ ഇതിൽ പങ്കുണ്ടോ എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. അക്കാര്യത്തിലും പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും. എന്ന് തന്നെയാണെങ്കിലും ഇത്തരത്തിൽ ഹാരിസ് നടത്തുന്ന അക്കാര്യവും പരിശോധിക്കേണ്ടതാണ്. മുസ്ലിം ലീഗ് ഈ സംഭവത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ? ഈ ജില്ലാ പഞ്ചായത്ത് അംഗം എന്നതിനപ്പുറം മുസ്ലിം ലീഗിന്റെ നേതൃനിരയിലുള്ള മലപ്പുറത്തെ നേതൃനിരയിലുള്ള വ്യക്തിയാണോ ഈ പിടിയിലായിട്ടുള്ള ഹാരിസ്? ഹാരിസ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലെ യൂത്ത് ലീഗിൻ്റെ അംഗമാണ്. അതിൽ തന്നെ ഈ ഒരു ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അയാളെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തുകൊണ്ട് ലീഗ് നേതൃത്വം തീരുമാനമെടുത്തിരുന്നു. അതിനു ശേഷമാണ് പരാതിക്കാർ വന്നിരിക്കുന്നത്. പരാതിപ്പെട്ടതിലും അധികം മുസ്ലിം ലീഗുകാരാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ ലീഗ് നേതൃത്വം പറയുന്നത് ഇത് ഹാരിസ് ഒറ്റയ്ക്ക് ചെയ്ത തട്ടിപ്പാണ്, ഇതിൽ നേതൃത്വത്തിന് യാതൊരു പങ്കുമില്ല. ജില്ലാ പഞ്ചായത്തും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത്. ഹാരിസ് ഒറ്റയ്ക്ക് ചെയ്ത ഒരു സാമ്പത്തിക തട്ടിപ്പിൽ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ കൊണ്ടുപോകാനാകില്ല, അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും അറിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് ജില്ലാ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ചെയ്യുന്നത്. പക്ഷേ 25 കോടിയിലധികം രൂപ ഒറ്റയ്ക്ക് ഒരാൾക്ക് തട്ടിയെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത് ബിനാമി പേരിൽ തട്ടിയെടുത്തതാണോ, മറ്റേതെങ്കിലും സംഘങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പണം നൽകിയവർ പലരും ലിക്വിഡ് മണി ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. അതായത് രേഖാമൂലമില്ലാത്ത പണവുമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേർ പോലീസിനെ സമീപിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നത്. ലിക്വിഡ് മണിയായിട്ട് എവിടുന്ന് ഈ പണം വന്നു എന്ന ചോദ്യത്തിന് പലർക്കും ഉത്തരം നൽകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ പലരും ഇതിൽ രേഖാമൂലം പോലീസിൽ പരാതിപ്പെട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. അപ്പോൾ അത്തരം ആളുകളെ കണ്ടെത്തിയാണ് ഹാരിസ് ഈ കാര്യം ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ ഈ തട്ടിപ്പ് ഒരു പരിധിക്കപ്പുറം അന്വേഷണത്തിൽ മുന്നോട്ട് പോകില്ല എന്ന ഒരു മുൻവിധി ഉള്ളതുകൊണ്ടാണ് എന്ന് വേണം കരുതുവാൻ. എന്താണെങ്കിലും മലപ്പുറത്ത് ഇത് മുസ്ലിം ലീഗിനെതിരെ വലിയ ആയുധമാക്കുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. DYFI ഇന്ന് വലിയ തോതിൽ തന്നെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് കളക്ടറേറ്റിന് മുമ്പിൽ പോലീസ് തടയുകയും വലിയ തോതിൽ തന്നെ ഒരു ഉന്തുതള്ളുണ്ടാവുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. അപ്പോൾ വരുന്ന ദിവസങ്ങളിലും ഹാരിസ് അറസ്റ്റിലായെങ്കിൽ പോലും അറസ്റ്റ് ചെയ്താലും ഈ വിഷയം രാഷ്ട്രീയമായിട്ട് തന്നെ മലപ്പുറത്ത് ഇടതുപക്ഷം ഉന്നയിക്കുകയും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയും ചെയ്യുമെന്ന് തന്നെ വേണം കരുതുവാൻ. ടോം, അങ്ങനെ കൃത്യമായ തെളിവുകൾ, ഈ ഹാരിസിനെതിരായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? അതോ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഈ കേസും ഇപ്പോഴത്തെ നടപടികളും ഉണ്ടായിരിക്കുന്നത്? അനുമോദ്, പോലീസിന്റെ പക്കൽ പണം നൽകിയതിന്റെ 6 പേർ പരാതി കൊടുത്തവർ അവർ പണം നൽകിയതിന്റെ ബാങ്ക് രേഖകൾ നൽകിയിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ കൂടുതൽ പേർ, ഈ 6 പരം പേർ, ഏകദേശം 10-20 പേർ പണം കൊടുത്തിട്ടുണ്ട്. അവരിൽ എത്ര പേർക്ക് പോലീസിന് ഇത്തരം തെളിവുകൾ കൈമാറാനാകുമെന്ന കാര്യത്തിലാണ് സംശയം ഉയരുന്നത്. പ്രധാനമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരും ലിക്വിഡ് മണി ആയിട്ട് നൽകിയതുകൊണ്ട് തന്നെ ഇതിന്റെ സോഴ്സ് അത് വെളിപ്പെടുത്തുക പലർക്കും ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ടാണ് അവരൊന്നും ഈ പരാതിയുമായിട്ട് മുന്നോട്ട് വരാത്തത്. മറ്റ് 6 പേർ ഈ രേഖാമൂലം പണം നൽകി എന്നത് അവരുടെ ബാങ്ക് ഡോക്യുമെന്റ്സ് അടക്കമാണ് ഹാരിസിന് പണം നൽകിയതിൻ്റെ തെളിവായിട്ട് പോലീസിന് കൈമാറിയിട്ടുള്ളത്. അതിന് പുറമെ ഹാരിസുമായി നടത്തിയ സംഭാഷണങ്ങളും അതിൻ്റെ ഫോൺ സംഭാഷണത്തിൻ്റെ രേഖകളും ഒക്കെ തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഇത് സാമ്പത്തിക തട്ടിപ്പ് എന്ന തരത്തിൽ തന്നെയാണ് കാണുന്നത്. നിലവിൽ മറ്റുള്ളവരെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയെ പ്രതി ചേർത്തിരിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേര് കൂടി ഈ പരാതിക്കാർ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതായത് പണം നൽകിയത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിവോടെയാണ് എന്നൊരു പരാതി അദ്ദേഹത്തിനെതിരെയുള്ള പരാമർശം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണത്തിൻ്റെ ഒരു മുറയ്ക്ക് മാത്രമേ പറയാനാകൂ എന്നാണ് പോലീസിൻ്റെ നിലപാട്. എന്താണെങ്കിലും ഇയാൾക്ക് രാജ്യം കാനഡയിലേക്ക് കിടക്കാനുള്ള പദ്ധതിയായിരുന്നു എന്നാണ് പരാതിക്കാർ പറഞ്ഞിരുന്നത്. അതിന് സാധിച്ചിട്ടില്ല. മറിച്ച് അയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇനി നിയമത്തിൻ്റെ വഴിക്ക് ഈ കേസ് മുന്നോട്ട് പോകും. ഇതിൽ എത്രത്തോളം ലീഗ് നേതൃത്വത്തിൻ്റെ
ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കൾ, ലീഗ് നേതാക്കൾ ഇതിൽ പ്രതി ചേർക്കപ്പെടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും മലപ്പുറത്ത് മുസ്ലിം ലീഗിനെതിരെ വലിയ ഒരു വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടി കൂടിയാണ്. ഈ പാർട്ടി ഇയാൾ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ പോലും കൂടുതൽ നേതാക്കൾക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.